ഹായ് ഓൾ, വെൽക്കം ടു മെൻഡസ് കോമേഴ്സ് അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്ഷര കൈരളി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അക്കൗണ്ടൻസിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. 12ാമത്തെ ചോദ്യം നോക്കാം. അടിസ്ഥാന അക്കൗണ്ടിംഗ് സമവാക്യം എഴുതുക. ഈ സമവാക്യം ഏത് അക്കൗണ്ടിംഗ് തത്വത്തെ അടിസ്ഥാനമാക്കിയിരിക്കുന്നു? എപ്പോഴും ചോദിക്കുന്നതാണ് ഈ ചോദ്യം. നമ്മുടെ അക്കൗണ്ടിംഗ് സമവാക്യത്തിൽ നിന്നും കൂടെ ഇതിൽ വരുന്നുണ്ട്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ അക്കൗണ്ടിംഗ് സമവാക്യം എന്ന് പറയുന്നത് ആസ്തികൾ ഈസ് ഈക്വൽ ടു മൂലധനം പ്ലസ് ബാധ്യതകൾ എന്ന് പറയുന്നതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ കിടക്കുന്നത്. ആസ്തി ഈസ് ഈക്വൽ ടു മൂലധനം പ്ലസ് ബാധ്യതകൾ. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂലധനവും ബാധ്യതകളും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ആസ്തി കണ്ടുപിടിക്കാൻ മൂലധനവും ബാധ്യതകളും കൂടി കൂട്ടിയതാണ് നമ്മുടെ മൊത്തം ആസ്തി. അപ്പോൾ ആസ്തിയാണ് വലിയ തുക. അപ്പോൾ മൂലധനം കാണാൻ എന്ത് ചെയ്യണം? ആസ്തിയിലാണ് വലിയൊരു എമൗണ്ട് കിടക്കേണ്ടാവുക. അപ്പോൾ ആസ്തി മൈനസ് ബാധ്യതകൾ ചെയ്ത് കഴിഞ്ഞാൽ മൂലധനം കിട്ടും. ബാധ്യതകൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ആസ്തികൾ മൈനസ് മൂലധനം ചെയ്ത് എന്ത് കിട്ടും? ബാധ്യതകൾ കിട്ടും. അപ്പോൾ ഈ ഇക്വേഷനെ നമ്മൾ എന്തുകൊണ്ട് വിളിക്കും? ബാലൻസ് ഷീറ്റ് സമവാക്യം എന്ന് പറയും. ആസ്തികൾ ഈസ് ഈക്വൽ ടു മൂലധനം പ്ലസ് ബാധ്യതകൾ. അപ്പോൾ നമ്മുടെ ബാലൻസ് ഷീറ്റ് ഒന്ന് ഓർത്താൽ മതി. ബാലൻസ് ഷീറ്റിൻ്റെ റൈറ്റ് സൈഡ് എന്താണ്? ആസ്തികൾ, ലെഫ്റ്റ് സൈഡ് എന്താണ്? നമ്മുടെ ബാധ്യതകളും മൂലധനവും ആണ് നമ്മൾ എഴുതുന്നത്. രണ്ടും എന്താണ്? ഈക്വൽ ആണ് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇത് സൂചിപ്പിക്കുന്ന അക്കൗണ്ടിങ് തത്വം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? നമ്മുടെ ഡബിൾ എൻട്രി പ്രിൻസിപ്പിളാണ് അത് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതൊരു ഇടപാടുകൾക്കും എന്തുണ്ട്? രണ്ട് തലങ്ങളുണ്ട്. ഒന്ന് ഡെബിറ്റും ഒന്ന് ക്രെഡിറ്റും. എന്ന് പറയുന്നത് ഏത് പ്രിൻസിപ്പിളാണ്? ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഡ്യുവാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നുണ്ട്. ദ്വിമുഖ പ്രിൻസിപ്പിൾ. ദ്വിമുഖം. ഒരു ട്രാൻസാക്ഷൻ എന്തുണ്ട്? രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്. ഏതെടുത്തു കഴിഞ്ഞാലും എന്തുണ്ട്? രണ്ട് ആസ്പെക്റ്റ് വരും. അതാണിതിൽ പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഡ്യുവാലിറ്റി പ്രിൻസിപ്പിളാണ് പറയുന്നത്. ഇതിൽ മെയിനായിട്ട് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് കേട്ടോ. ഡെബിറ്റുകളും ക്രെഡിറ്റുകളും അല്ലെങ്കിൽ മൂലധനം ഉൾപ്പെടെയുള്ള ആസ്തികളും ബാധ്യതകളും തമ്മിലുള്ള തുല്യതയുടെ ഒരു പ്രസ്താവനയാണ് നമ്മൾ എന്ത് പറയുന്നത്? അക്കൗണ്ടിംഗ് സമവാക്യം എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സിൻ്റെ ആകെ ആസ്തികൾ അതിൻ്റെ ബാധ്യതകൾക്കും മൂലധനത്തിനും തുല്യമായിരിക്കുമെന്നാണ് അക്കൗണ്ടിംഗ് സമവാക്യം. അപ്പോൾ ആകെ ആസ്തികൾ മൂലധനത്തിനും ബാധ്യതകൾക്കും തുല്യമായിരിക്കുമെന്ന് പറയുന്നുണ്ട്. ഇത്രയാണ് ഇതിൽ പറയുന്നത്. ഇതിൻ്റെ ബിസിനസ് തത്വം ഏതാണ്? ഡ്യുവാലിറ്റി അല്ലെങ്കിൽ ഡബിൾ എൻട്രി എന്ന് പറയുന്നത്. ആ പ്രിൻസിപ്പിളാണ് ഇത് പറയുന്നത് കേട്ടോ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ചോദ്യമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. കൂടുതൽ അക്കൗണ്ടൻസി, അതുപോലെ തന്നെ +1 +2 ബിസിനസ് സ്റ്റഡീസ് അക്കൗണ്ടൻസിയിൽ നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.